ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള SYS പ്രവർത്തകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ശ്രോതാക്കൾ, സുഹൃത്തുക്കളെ, ഞാനും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അസ്ഹാബുൽ കഹ്ഫിനെ സിയാറത്ത് ചെയ്ത് വരികയാണ്. അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിനാ അജബ. കഹ്ഫിന്റെയും റഖീബിന്റെയും ഉടമസ്ഥരായ അസ്ഹാബുൽ കഹ്ഫ്, അത് നമ്മുടെ തൗഹീദിന്റെയും ആധിക്യത്തിന്റെയും വുജൂദിന്റെയും ദൃഷ്ടാന്തങ്ങളിൽ വളരെ അത്ഭുതകരമായ സംഭവമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത് നാം എല്ലാവരും വെള്ളിയാഴ്ച ഓതുന്ന ആയത്താണ്. എന്താണ് അവർ അത്ഭുതമാണ് എന്ന് പറഞ്ഞത്? ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫ്, ഈമാൻ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുമോ എന്ന ഭയത്തോടുകൂടി, ഈമാൻ നിലനിർത്തുന്നതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജാവിന്റെയും അനുയായികളുടെയും ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ ഭയപ്പെട്ടുകൊണ്ട് ഇത് അവൽ ഫിത്തിയത്തു, യുവാക്കൾ അഭയം തേടി ഇലൽ കഹ്ഫി, ആ അൽ കഹ്ഫിൽ, അമ്മാനിലുള്ള ഉർദുൻ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ അമ്മാനിലുള്ള അൽ കഹ്ഫ്, ആ അറിയപ്പെട്ട കഹ്ഫ് ഗുഹ, അതിലേക്ക് അഭയം തേടി. എന്നിട്ട് അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ അല്ലാഹ്, ഞങ്ങൾക്ക് സന്മാർഗം നൽകണമേ അല്ലാഹ്, ഞങ്ങളെ ഈമാൻ സംരക്ഷിക്കാൻ സാധിപ്പിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. ആ യുവാക്കൾ ഇന്നും സ്മരിക്കപ്പെടുന്നു. പരിശുദ്ധ ഖുർആൻ അവരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ആ സൂറത്ത് കഴിയുമെങ്കിൽ രാത്രിയും പകലുമായി 3 പ്രാവശ്യം ഓതണം, ഇല്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും ആ സൂറത്ത് ഓതണം എന്ന് പഠിപ്പിച്ചു. ദജ്ജാലിന്റെയും മനുഷ്യ ദജ്ജാലിന്റെയും ജിന്ന് ദജ്ജാലിന്റെയും സർവ്വ ദജ്ജാലുകളുടെയും ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അൽ കഹ്ഫ് സൂറത്ത് ഓതണം എന്ന് പഠിപ്പിച്ചു. അത്രയും അധികം പാഠം ഉൾക്കൊള്ളുന്നത് ഈ യുവാക്കൾ, 7 യുവാക്കൾ അവരുടെ ഈമാനിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഭയം തേടുകയും അല്ലാഹു അവരെ സഹായിക്കുകയും ചെയ്ത ചരിത്രമാണ് ആ സൂറയിൽ പഠിപ്പിക്കുന്നത്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. നമ്മുടെ കുറ്റമ്പാറ പറഞ്ഞതുപോലെ SYS
വൈ എന്ന് പറഞ്ഞതിന് രണ്ട് തലയൊക്കെ പറഞ്ഞല്ലോ കുറ്റം പറ, രണ്ട് കൈ. അതില് ആ SYS നടത്തുന്ന മിഷൻ, അതിന്റെ പ്രവർത്തനം യുവാക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുവാക്കൾ അല്ലാത്തവർ എല്ലാം അതിൽ നിന്ന് ഒഴിവ് എന്നല്ല. കാരണം ഇത് അവൽ ഫിത്തിയത്തുൽ കഫി, യുവാക്കൾ അഭയം തേടി എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 7 യുവാക്കളിൽ ഒരു പേർ 70 വയസ്സുള്ള ആളും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. അപ്പോൾ കൂടുതൽ യുവാക്കളുടെ പ്രവർത്തനം അതാണ് ഇവിടെ ഫലപ്രദമാവുക. ഭൂരിപക്ഷം പ്രവർത്തനവും യുവാക്കളാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത് എന്നാണ് ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത്. യുവാക്കൾ എന്തിൽ സംഘടിക്കുന്നോ ആ പ്രസ്ഥാനം വളരും. ഞാനിത് പറയുമ്പോൾ വളരെയധികം വേദനിക്കുകയാണ്. ഞങ്ങൾ ജോർദാനിലെത്തി അസ്ഹാബുൽ കഹ്ഫിനെയും മൗത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ ജഅഫർ തയ്യാർ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ തുടങ്ങിയ സഹാബികളെയും സന്ദർശിച്ച് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ 2 സുന്നി പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന്. നേരത്തെ നിങ്ങൾ കേട്ട പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ചില ആളുകൾ ഇവിടെ നല്ല പിള്ളകളായി ചമയുകയാണ്. പത്രത്തിന് മുഖവര എഴുതി, മുഖപത്രം എഴുതി കലക്കുകയാണ്. ഒരു സഹോദരന് വീട്ടിൽ കൊണ്ടുപോയി ആക്കിക്കൊടുക്കാൻ പോയി തിരിച്ചു വരുന്ന വഴിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് സംഭവമെന്ന് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു അത് രാഷ്ട്രീയം അല്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ അനാവശ്യമായ പിരിവ് നടത്തുന്നത് പാടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ വാങ്ങിയതാണ് പോൽ അതിന് കാരണം. ഞങ്ങൾ നേരത്തെ പറയുന്നതാണ് അല്ലാഹുവിന്റെ പള്ളികൾ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ഇത് പണ്ടിവിടെ വിവാദമുണ്ടായതല്ലേ. ഞങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ പള്ളികൾ ഒരിക്കലും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ഓരോ പള്ളിയിലും വരുന്നവർ വിവിധ പാർട്ടികളുണ്ടാകും, അതുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ അത് വേണ്ട എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. അതിനെതിരായി ഇവിടെ ഒരു പാർട്ടി പ്രവർത്തനം നടത്താൻ ശ്രമിച്ചപ്പോൾ അതിൽ സ്റ്റേ വാങ്ങിയത് ശരിയാണെങ്കിൽ അത് ന്യായീകരിക്കാവുന്നതല്ലേ, അതിൽ കൊലപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ ചിന്തിക്കു നോക്കൂ. പക്ഷേ നമുക്ക് അത്ഭുതം തോന്നുന്നത് ഈ കൊലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല, നമുക്ക് ആശ്ചര്യം തോന്നുന്നത് ആ കൊലയാളികളെ അവിടെയും എല്ലായിടത്തും കൊലയാളികളെയും അക്രമികളെയും നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന വിഭാഗം. ഒന്നുകൂടി പറയട്ടെ, പരിശുദ്ധ ഖുർആൻ കത്തിക്കുകയും പള്ളികൾ പൊളിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള, അവിടെയും ഇവിടെയും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ശത്രുക്കൾക്കെതിരെ
ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന യുവാക്കളെ സ്വയം ജീവിക്കുന്ന ദീൻ, ആ ദീനിനെ തന്നെ പിച്ചിച്ചീന്തി ഖുർആൻ കത്തിക്കാനും പള്ളികൾ അടിച്ചുപൊളിക്കാനും അവസാനം ജനങ്ങളെ കൊല്ലാനും പ്രേരിപ്പിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്. ഇത് തീർച്ചയായും ഒരു അന്വേഷണ വിധേയമാക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമത്ത എന്ന പേര് അവർക്ക് ഉപയോഗപ്പെടുത്താൻ അധികാരമില്ല. സമത്വ കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിതമായത് ഒന്ന്, ജനങ്ങളുടെ വിശ്വാസം തെറ്റിപ്പോകാതിരിക്കാൻ ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലുറപ്പിച്ചു നിർത്തുകയും ചെയ്യുക ഒന്ന് സമത്വയുടെ ലക്ഷ്യം. മറ്റൊന്ന്, മുസ്ലിം ബഹുജനങ്ങളെ പൊതുവിലും ചെറുപ്പക്കാരായ യുവാക്കളെ പ്രത്യേകിച്ചും ധാർമ്മിക ബോധമുള്ളവരും സ്നേഹമുള്ളവരും വാത്സല്യമുള്ളവരുമാക്കി തീർത്ത് മനുഷ്യമൂല്യത്തെ മുറുകെ പിടിക്കാൻ പഠിപ്പിക്കലാണ് സമത്വയുടെ ലക്ഷ്യം. അതിനെതിരായി ഇവിടെ അക്രമം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നവരാണോ? ഇന്നും ഞാനിപ്പോഴും ഇങ്ങോട്ട് വരുമ്പോ ഒരു ടെലിഫോണിൽ ഒന്നിങ്ങനെ നോക്കിയപ്പോ കണ്ടതാണ്, എനിക്ക് നോക്കാനുള്ള സമയം ഉണ്ടാവില്ല, ഒരു മൗലവി പറയുകയാണ്, സ്വാഭാവികമായും അങ്ങനെയൊക്കെ ഉണ്ടായിപ്പോകും ആശയങ്ങൾ പറയുമ്പോൾ. എന്ത് സ്വാഭാവികമാണിത്? ആശയത്തിന് ആശയം കൊണ്ട് നേരിടുക, അത് നേരത്തെ നാം പറയുന്നതാണ്. ഇവിടെ വിദ്യാർത്ഥികാർ എത്ര കൊല്ലമായി അവരുടെ എല്ലാ അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ എല്ലാ ഭിന്നിപ്പുകളും ഇവിടുത്തെ വഹാബികൾ മുജാഹിദുകൾ 5 or 8 കക്ഷികളായി പിരിഞ്ഞു. വെറും ജിന്നുണ്ടോ അല്ലേ എന്നുള്ള തർക്കം. ലോകം മുഴുവനും ഇവിടെ വലിയ പ്രതിസന്ധിയിലും വിഷമത്തിലും നിൽക്കുമ്പോൾ ജിന്നുണ്ടോ അല്ലേ എന്നുള്ള തർക്കം. ആ തർക്കത്തിന് വേണ്ടി അടികൂടി ബഹളം വെച്ച് പള്ളി രണ്ടായി. ഒരു പള്ളിയിൽ നിന്ന് തന്നെ ഒരു കൂട്ടരെ പിടിച്ചിറക്കി. എന്നിട്ട് അവരാണ് ഇപ്പൊ ലേഖനം എഴുതാൻ വന്നത്, അന്നോ ഇവിടെ സുന്നികൾ തമ്മിലടിക്കുന്നോട് പറഞ്ഞിട്ട്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? മൗദൂദി പ്രേമികൾ ഇസ്ലാമിസ്റ്റ്. എന്ത് ഇസ്ലാമിസ്റ്റാണ്? എന്ത് ഇസ്ലാമിസ്റ്റാണ് ഇത്? ഇവര് പറയണം. ഈജിപ്ത് അവർ കണ്ടിട്ടില്ല. ഈജിപ്തിൽ എന്ത് നടന്നു എന്ന് അവർ കണ്ടിട്ടില്ല, അവരറിയില്ല. എന്തോ ഒരു താൽക്കാലിക തട്ടിപ്പിലൂടെ ചെറിയൊരു തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ കയറിയ ഉടനെ ഈജിപ്തിലുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും ഖാലിസ്ഥാനത്ത് നിന്നും ജഡ്ജിസ്ഥാനത്ത് നിന്നും എല്ലാ സ്ഥലത്തു നിന്നും മാറ്റം ചെയ്യാനും അവരെ ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്നതിന് പുറമെ ഈജിപ്തിന്റെ പെട്രോളും ഈജിപ്തിന്റെ കരണ്ടും ഈജിപ്തിന്റെ മുഴുവൻ സമ്പത്തും രഹസ്യമായ വഴിയിലൂടെ മറ്റു ചിലർക്ക് വിൽക്കുകയും ഈ ഈജിപ്തിനെ പാപ്പറാക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ഈജിപ്തിലെ ബ്രദർഹുഡുകാരെ ഇപ്പോൾ ആട്ടി ഓടിച്ചിട്ടുള്ളത്. ഞാൻ വ്യക്തമായി തന്നെ പറയട്ടെ, എന്നിട്ട് എത്ര ദിവസമായി നമ്മുടെ ഇവിടുത്തെ മൗദൂദി പത്രം കണ്ണീരൊലിപ്പിക്കുകയാണ്. ഇന്നും വലിയ ജോറായിട്ട് കണ്ണീരൊടുക്കിക്കൊണ്ട് എഴുതുകയാണ്, ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റ്. ഇതാണോ ഇസ്ലാമിസ്റ്റ്? പണ്ഡിതന്മാരെ ആക്രമിക്കലാണോ ഇസ്ലാമിസ്റ്റ്? ജനങ്ങളെ കൊല്ലാനാണോ ഇസ്ലാമിസ്റ്റ്? സാധുക്കളെ വെടിവെക്കലാണോ ഇസ്ലാമിസ്റ്റ്? പാവപ്പെട്ട ജനങ്ങളെ കഴുത്തിലിറക്കലാണോ ഇസ്ലാമിസ്റ്റ്? നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റ് മതസ്ഥരുടെ മുന്നിൽ നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
ആ തെറ്റിദ്ധരിപ്പിക്കൽ ഈ യുവ സമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും കൂടെ നടക്കുകയില്ല എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ സ്വയം ഈ സമുദായത്തെ സംരക്ഷിക്കാനും ഈ സമുദായത്തോട് നല്ലത് പറയാനും കഴിയില്ലെങ്കിൽ പിന്നെ മറ്റ് സമുദായത്തിന്റെ ആക്രമണങ്ങൾ തടയണം. മറ്റു സമുദായം അങ്ങനെ വരും ഇങ്ങനെ വരും എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം വളരെ സുന്ദരമായ മതം. ഇസ്ലാം പഠിപ്പിച്ചത് അസ്സലാമു അലൈക്കും എന്ന്, അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹസ്തദാനം ചെയ്ത് പുഞ്ചിരിച്ച് മനുഷ്യൻ നടക്കുന്ന മതമല്ലേ ഇസ്ലാം? അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? പത്രത്തിൽ എന്തെങ്കിലും എഴുതിവിട്ടത് കൊണ്ട് കാര്യമായോ? ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹോദര്യം, ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹിഷ്ണുത. ഇസ്ലാം പഠിപ്പിക്കാത്ത ഒന്നും ഇവിടെയില്ല. നടക്കുന്നതിൽ പോലും ഇസ്ലാം, നിങ്ങൾ നടക്കുമ്പോൾ അഹങ്കാരികളായി നടക്കരുത്. നിങ്ങളെ കണ്ടാൽ ഇവരൊക്കെ ഓരോന്ന് പാപ്പറായി പോയി എന്ന് തോന്നുന്നതൊക്കെ നടക്കാൻ പാടില്ല. വക്സദ് ഫീ മശീക, നടത്തത്തിൽ നീ ഒരു മധ്യനില കൈക്കൊള്ളും. നടക്കുന്നതിൽ വരെ ഇസ്ലാം പറയുന്നു, ഇപ്പൊ സാധുക്കളായിപ്പോയി ഒന്നിനും കൊള്ളൂല, അവരിങ്ങനെ ഓരോന്ന് നടക്കുകയാണ് എന്ന് തോന്നുന്ന നടത്തം പാടില്ല. നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് കൈയും ചൂണ്ടി ഇങ്ങനെ നീ വലിയ ജോറായി നടന്നിട്ട് കിബ്രന്റെ നടത്തവും നടക്കാൻ പാടില്ല. വക്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മധ്യനില കൈക്കൊള്ളണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നതിലും ചിരിക്കുന്നതിലും അഭിസംബോധനം ചെയ്യുന്നതിലും എല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്. തബസ്സുമുക അലാ അഖീക ഇബാദ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ അത് ഇബാദത്താണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നാം ഇവിടെ യുവാക്കളെ വളർത്തിയെടുക്കുകയാണ്, യുവാക്കളെ സംഘടിപ്പിക്കുകയാണ്. എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? സാഹോദര്യത്തിൽ, സ്നേഹത്തിൽ, വാത്സല്യത്തിൽ, സഹിഷ്ണുതയിൽ, ഇതിലാണ് നിങ്ങൾ യുവാക്കളെ സങ്കല്പിക്കുന്നത്. ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആലയുടെ പ്രത്യേക പരിഗണന പരലോകത്തുണ്ടാകും. പ്രത്യേക പരിഗണന നൽകപ്പെടുന്ന ആ ഏഴ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്ന യുവാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ യുവാവ് നീ വളർത്തിയെടുക്കണം. അതിനെതിരിൽ ഇവിടെ അക്രമം നടത്തുന്നവരെ സഹായിച്ചുകൊള്ളണം. രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ഇപ്പോ എവിടെ നോക്കിയാലും മുസ്ലിം ലീഗ് ഇന്ന് എല്ലാ കൊലയാളികൾക്കും സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ കാണുന്നത്? ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു, മറച്ചു വെക്കുന്നില്ല. ഞാൻ ആ മുസ്ലിം ലീഗിന്റെ പാർട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ എന്തും ചെയ്തോ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, ഞങ്ങൾ മറ്റാരെയും സഹായിക്കുകയില്ല എന്ന കരാറുണ്ടാക്കി എഴുതിക്കൊടുത്തതിന്റെ ഫലമാണോ ഇപ്പോൾ മഞ്ചേരിയിലും അതുപോലെ മണ്ണാർക്കാട്ടും കണ്ണൂരിലുമൊക്കെ നടന്നത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറുപടി പറയണം, നിങ്ങൾ മറുപടി പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് ഈ നേതാക്കൾക്ക് പറഞ്ഞുകൂടാ ഈ കൊലക്കുറ്റത്തിന് കൊലയാളികളാകാൻ പോകരുത്, അക്രമത്തിന് പോകരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ഏതെങ്കിലും ഒരു തങ്ങൾ പറഞ്ഞോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ചിന്തിക്കണം.
ഞാനൊരു നേതാവിനോട് ഈയിടെ ഒരാൾ മരിച്ചെടുത്ത് സമയത്ത് ചോദിച്ചു, നിങ്ങളെന്താ മരിച്ചെടുത്തൊന്നും പോകാതിരുന്നെന്ന് ചോദിച്ചു. ഞങ്ങള് ഒരു കക്ഷിയല്ല, ഇതിലൊന്നും ഞങ്ങൾ ഒരിക്കലും ഒരു കക്ഷിത്വമില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ ആ മരിച്ചോടത്ത് എല്ലാവരും പോകുന്നുണ്ടല്ലോ, കുടുംബത്തെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ എന്തേ പോകാതിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അത് പേടിച്ചിട്ട് പോകാതിരുന്നതാണ് എന്നോട്, പേടിച്ചിട്ട് പോകാതിരുന്നതാണ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ മന്ത്രിയല്ലേ, മന്ത്രിയാവുമ്പോ പോലീസും പട്ടാളവും സഹായമൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കുന്നത്? പിന്നെ നിങ്ങളാണ് ഇതിന്റെ പ്രേരണക്കാർ എന്ന് വരുത്തി തീർക്കുകയാണ്, അതുകൊണ്ടല്ലേ പേടിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മളും നിങ്ങളും എല്ലാം യോജിച്ചുകൊണ്ട് ഈ വക അക്രമങ്ങൾക്കെതിരെ ഒന്നിക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാന്ന് ചോദിച്ചപ്പോൾ ഭാവിയിൽ അങ്ങനെ ചിന്തിക്കാം എന്ന് എന്നോട് പറഞ്ഞതാ കൊല്ലങ്ങൾക്ക് മുമ്പ്. പക്ഷേ ആ ചിന്ത ഇപ്പോഴും വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പൊ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അക്രമങ്ങൾക്ക് പ്രോത്സാഹനം. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം, അക്രമങ്ങൾ കൊണ്ട് ഇവിടെ ഒരു പ്രസ്ഥാനത്തെയും അടിച്ചമർത്തി അക്രമങ്ങൾ കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയുകയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ പരിശുദ്ധ ഇസ്ലാം തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും അതുപോലുള്ള വൻ പോക്കിരികളുടെ മുമ്പിലല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് മഹാന്മാരായ സഹാബത്തിന്റെ കാലത്ത് എന്തെല്ലാം അക്രമങ്ങൾ ഉണ്ടാക്കി നോക്കി, സാധിച്ചില്ല. മാത്രമല്ല അഇമ്മത്ത് മുജ്തഹിദുകളുടെ കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ രാഷ്ട്രീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അവരുടെ നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെന്തെല്ലാം ചെയ്തു. എത്ര ഇമാമുകളെ അവർ ജയിലിൽ വെച്ചു. അവർക്കൊന്നും ഒരിക്കലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയും ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറഞ്ഞു, എന്നെ കൊന്നുകളയണമെന്നും ഞാൻ മരണപ്പെട്ടാൽ ഇവിടെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം ഉണ്ടാവുകയില്ല എന്നും ചിലർ ധരിക്കുന്നു. ആ ധാരണ തെറ്റാണ്. എന്റെ ശേഷം എത്രയോ ശാഫിഈകളെ പടക്കാൻ കഴിവുള്ള അല്ലാഹുവാണ് നമ്മളുടെ അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ഇവിടെ ഒരാളെ കൊന്നതുകൊണ്ടോ ഒരാളെ നശിപ്പിച്ചത് കൊണ്ടോ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോടും യുവാക്കളോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നാം എപ്പോഴും സമാധാനികൾ തന്നെ. ആരും എന്താ ഉസ്താദന്മാരിങ്ങനെ സഹിഷ്ണുത കൈക്കൊള്ളണം, നിങ്ങൾ സമാധാനം കൈക്കൊള്ളണമെന്ന് പറയുന്നത് എന്ന ചോദ്യം വേണ്ട. നമ്മൾ സമാധാനത്തിലൂടെ തന്നെ നമുക്കിവിടെ ദീനിനെ വളർത്താം. സമാധാനത്തിലൂടെ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ വളരും. അങ്ങനെയല്ലേ വളർന്നത്? ഈ കഴിഞ്ഞ 10-20 കൊല്ലത്തിനിടക്ക് നടന്ന അക്രമങ്ങൾക്കെതിരായി ഒരൊറ്റ ഒന്ന് നാം അങ്ങോട്ട് ആക്രമിച്ചത് പറയാൻ പത്രത്തിന്റെ മുഖപത്രം എഴുതുന്നവർക്കും അല്ലാത്തവർക്കും കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നു, വ്യക്തമായി ചോദിക്കുന്നു. ആലോചിച്ചിട്ട് വേണം എഴുതാൻ, ആലോചിച്ചിട്ട് വേണം പറയാൻ. ഇവിടെ എത്രയാൾ കൊല്ലപ്പെട്ടു, അതിന് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രഖ്യാപിക്കുകയുമില്ല. ഞങ്ങൾ സമാധാനം കൈക്കൊള്ളണം എന്ന് പറയുമ്പോ അത് ഭീരുത്വമാണ് എന്നാലും ധരിച്ചു പോകണ്ട. ഭീരുത്വം കൊണ്ടല്ല, ഇസ്ലാം അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഭീരുത്വം ആണെന്ന് ധരിച്ച് നിങ്ങൾ കുതിര കയറാൻ വരണ്ട കേട്ടോ. അത് ഭീരുത്വമല്ല. ഞങ്ങൾ സഹിഷ്ണുത പാലിക്കുന്നത്, സമാധാനം പാലിക്കുന്നത്, അത് മുഴുവനും അല്ലാഹുവിന്റെ ദീൻ കൽപ്പിച്ചത് കൊണ്ടാണ്, ഇസ്ലാം മതം കൽപ്പിച്ചത് കൊണ്ടാണ്. ഇവിടെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും.
മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും സമാധാനം പഠിപ്പിക്കേണ്ടവരാണ്. പണ്ഡിതന്മാർ അതിലും പ്രത്യേകിച്ച് സമാധാനം പഠിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്വാന്തന പ്രവർത്തനവും നമ്മുടെ SYSന്റെ സജീവമായ പ്രവർത്തനവും അതിനോട് ചേർന്നുകൊണ്ട് SSFന്റെയും SMAയുടെയും മറ്റും സഹകരണ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ചേർന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ നിര ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ ചെയ്തു, അല്ലാഹ് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം. ഒന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, മറ്റൊന്ന് അംർ ഇബ്നു ഹിശാം എന്ന് പറയുന്ന ശപിക്കപ്പെട്ട അബൂജഹൽ ആയിരുന്നു. കാരണം എന്താണ്? ഈ രണ്ടുപേരും അന്ന് യുവാക്കളുടെ നേതാക്കളാണ്, യുവാക്കളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരാണ്, അറിവുള്ളവരാണ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിലേക്ക് വന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നതോടുകൂടി അതാ സ്വഹാബികൾ മുഴുവനും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ട് മഹാനവറുകളെ സ്വീകരിക്കുന്നു. താരീഖിൽ മിസ്കലും മറ്റു ഗ്രന്ഥങ്ങളിലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിലേക്ക് വന്നപ്പോൾ അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ് അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ജാഅ നബിയുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തക്ബീർ ചൊല്ലി സ്വീകരിച്ചു. എന്നാൽ നബി തങ്ങളല്ലാത്ത സ്വഹാബികളിൽ ആദ്യമായി തക്ബീർ കൊണ്ട് സ്വീകരിക്കപ്പെട്ട മഹൽ വ്യക്തി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത്രയും വലിയ ധീരനും ഏറ്റവും വലിയ ബുദ്ധിമാനും ഏറ്റവും വലിയ സഹിഷ്ണുതയുള്ള ആളും എല്ലാം ആണ്. അദ്ദേഹത്തിന്റെ ധീരത കൊണ്ട് മറ്റു ശത്രുക്കൾക്ക് വിറക്കും, പേടി വരും. അതേസമയം വളരെ സമാധാനിയും വളരെ സഹിഷ്ണുതയുള്ള ആളും തന്നെ ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നത് മുതൽക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശത്രുക്കൾക്ക് പേടിയായി. അങ്ങനെയാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇസ്ലാമിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരാൻ തുടങ്ങിയത്. ഈജിപ്തിലും ഞങ്ങൾ ഇന്നലെ ഈജിപ്തിൽ പോയി, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം അവിടെയെല്ലാം കാണാവുന്നതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളികൾ എത്രയോ സ്ഥലങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് മധ്യസ്ഥത്തിൽ ചെന്നപ്പോൾ, ഒരു തീരുമാനത്തിൽ ചെന്നപ്പോൾ നിസ്കരിക്കാൻ സമയമായി. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങളുടെ കരീസയിൽ വെച്ച് നിസ്കരിക്കാം. അവിടുന്ന് നിസ്കരിച്ചില്ല. പറഞ്ഞു അവരോട്, ഞാൻ ഇന്ന് നിസ്കരിച്ചാൽ തീർച്ചയായും എന്റെ പിൻഗാമികൾ ഞങ്ങളുടേതാണ് സ്ഥലമെന്ന് അവകാശപ്പെടുകയും നിങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ നിസ്കരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വേറെ സ്ഥലം കാണിച്ചു കൊടുക്കുകയും പുറത്തുള്ളൊരു സ്ഥലം നിസ്കരിക്കുകയും ചെയ്തു. അവിടെ പിന്നീട് പള്ളി ഉണ്ടാക്കപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ മതസൗഹാർദ്ദത്തിന് വരെയും മതസഹിഷ്ണുതയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ യുവാവ് എന്ന നിലക്ക് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്ലാം മതം ശക്തിപ്പെട്ടു. അത് തന്നെയാണ് അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളരുന്ന യുവാവ്. ആ യുവാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ പ്രത്യേകമായ പരിഗണന നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത്.
ആ പരിഗണനയിൽ പെടാൻ ഈ യുവാക്കളായ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം. ഇതൊരു പൊതുസമ്മേളനമല്ല എന്ന് നിങ്ങൾക്കറിയാം. പൊതുസമ്മേളനം നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടും ഇല്ല, പൊതുസമ്മേളനത്തിന് വേണ്ടി ഇപ്പോൾ ഒരുങ്ങിയിട്ടും ഇല്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് ഒരു വലിയ പൊതുസമ്മേളനത്തിന്റെ തുടക്കമാണ്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പറഞ്ഞതുപോലെ തുടക്കം ഇങ്ങനെയായാൽ അവസാനം തീർച്ചയായും അതിഗംഭീരമാകുമെന്ന് നമുക്ക് സംശയമില്ലാത്ത വിധം ഉറപ്പാണ്. അതിനാൽ നമ്മുടെ ഈ ഒരു വർഷത്തെ പ്രവർത്തനം, സ്വാതന്ത്ര്യ പ്രവർത്തനവും ദഅവാ പ്രവർത്തനവും എല്ലാം സജീവമാക്കി എല്ലാവരെയും ദഅവത്ത് ചെയ്യണം, എല്ലാവരെയും ദഅവത്ത് ചെയ്യണം. നമ്മുടെ അടുക്കലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും നമുക്ക് നല്ല പോലെ സ്വീകരിക്കാം, പുഞ്ചിരിയോടെ സ്വീകരിക്കാം. ഇനി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയി ചർച്ച ചെയ്യാം. ഇവിടെ നാം ഒരിക്കലും ഇവിടെ ഭിന്നിപ്പിന് വേണ്ടി ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല, ഒരിക്കലും ഇവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഐക്യത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ എല്ലാ സമയത്തും ഞങ്ങൾ 100% വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുള്ളവരാണ്. പക്ഷേ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ഇവിടെ ഒരു ഐക്യം വന്നുപോയാൽ മറ്റുള്ളവർക്ക് അഡ്രസ്സില്ലാതെയായി പോകുമോ എന്ന പേടി കൊണ്ട് അവർ സ്വീകരിച്ചില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകണ്ട. പത്രക്കാരോടും പറയാനുള്ളത്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾക്ക് രേഖകൾ ഞങ്ങൾ തരാം. എത്ര പ്രാവശ്യം ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു, ആ സമയത്ത് ഞങ്ങൾ നീട്ടിവെച്ചിട്ടുള്ള എത്രയോ വലിയ വിശാലമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് രേഖകൾ സഹിതം ഞങ്ങൾ തരാം. പക്ഷേ അവസാനം കൊണ്ടുപോയി മറുകക്ഷികൾ അവര് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എല്ലാ അക്രമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി, കശപിശുണ്ടായി, എന്നിട്ട് വെട്ടുണ്ടായി, അത് സ്വാഭാവികം എന്ന് പറയുന്നതിന് പകരം വസ്തുതകൾ മനസ്സിലാക്കി ഇവിടെ പ്രവർത്തിക്കണം എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകരോടും മറ്റ് വാർത്താമാധ്യമങ്ങളോടും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അല്ലാതെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ പഴയ കാലം മുതൽക്കേ തുടങ്ങിയ അവരുടെ പാരമ്പര്യം, സുന്നികൾക്കിടയിൽ എന്തെങ്കിലും ഒന്നുണ്ടായാൽ അത് ഊതി വീർപ്പിച്ച് അതിന് വലുതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടിച്ചു വലിക്കുന്ന സ്വഭാവം ചിലർക്ക് ഉണ്ട്. അത് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ബാധകമാവുകയുള്ളൂ. ചിലർക്ക് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവരാരും ദേഷ്യം പിടിക്കേണ്ട. ചെയ്തവർ എന്നും ഒന്നുങ്ങൾക്കെങ്കിലും ഒന്ന് അത് മടങ്ങിയിട്ട് നമ്മുടെ രാജ്യത്ത് നന്മയുണ്ടാവട്ടെ, ഐക്യമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. ഇവിടെ മുജാഹിദുകളും സുന്നികളും എത്ര കാലമായി വാദപ്രതിവാദം നടത്തുന്നു, പക്ഷേ വെട്ടും കൊലയും ഉണ്ടാവാറില്ല. അതുപോലെ സുന്നികൾ ഒരു രണ്ടു കൂട്ടരും സുന്നികളാണ് എന്നും പറയുന്നുവെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിൽക്കുന്നുവെങ്കിൽ, അവർ നിൽക്കുന്ന സമയത്ത് അവരുടെ ആശയവും അവരുടെ സംഘടനയും അവരുടെ മദ്രസയും അവരുടെ പള്ളിയുമായി അവർക്ക് നടക്കാം. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായി നടക്കുന്നു. ഇതല്ലാത്ത മറ്റൊരവസ്ഥ ഇവിടെ ഉണ്ടാക്കിയാൽ അത് ആപത്താണ് എന്നിവിടുത്തെ പ്രത്യേകമായി മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങളും കുത്തകയും അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു വലിയ ശതമാനം ആളുകൾ ഇവിടെ നല്ലതുണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ അവരെ മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ നേതൃത്വം അവർ കണ്ണു തുറക്കണം, നേതൃത്വം അത് ചിന്തിക്കണം. അത് ചിന്തിക്കാത്ത പക്ഷം നിങ്ങൾക്ക് തന്നെയും ഈ രാജ്യത്തിനും ആപത്തായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പൊതുസമ്മേളനമല്ലാത്തത് കൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രവർത്തകർ അനുസരണമുള്ളവരാണ്. അതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ക്യാമ്പിന് വേണ്ടി രാവിലെ മുതൽ തന്നെ വന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള
നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷണിക്കപ്പെട്ട പ്രവർത്തകർ മാത്രം വന്ന് ഇവിടെ ഇരുന്നിട്ടുള്ളത്. അല്ലാഹു തആല ഇതിന്റെ ഓരോ സെക്കൻഡും സാലിഹായ അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് ഓരോ സെക്കൻഡും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച പ്രതിഫലം നൽകുമാറാകട്ടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് യുവാക്കന്മാർ സംഘടിച്ച് നല്ലതിനു വേണ്ടി മാത്രം സംഘടിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി ഈ പന്തലും അതുപോലെ ഇവിടെയുള്ള ആളുകളുടെ ഭക്ഷണവും വെള്ളവും സ്റ്റേജും സൗകര്യങ്ങളും എല്ലാം സ്പോൺസർ ചെയ്തിട്ടുള്ള സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ സഹായിക്കണം റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ശിഫ നൽകണം റഹ്മാനെ, ശിഫ നൽകണം റഹ്മാനെ. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവർകൾ ആരോഗ്യം കുറവായി വീട്ടിലിരിക്കുകയാണ്. അല്ലാഹ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോ പെട്ടെന്ന് കണ്ട ഉടനെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സുഖമായി ഇരിക്കുന്നത്. ആരോഗ്യം ക്ഷീണമൊക്കെ ഉണ്ട്, കുറവാണ്. ക്ഷീണം കുറവാണെങ്കിലും നല്ല തെളിവോടുകൂടി ഞാൻ ഇരിക്കുന്നത് ദുആ കൊണ്ടാണെന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് അർഹമുർ-റഹീമായ അല്ലാഹ് നീ ശിഫയും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അതുപോലെ ബഹുമാനപ്പെട്ട എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകൾ, കെ.പി. ഹംസ മുസ്ലിയാർ അവർകൾ, അതുപോലെ തിരൂരങ്ങാടി ബാപ്പ മുസ്ലിയാർ, മാവ മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ അസുഖമുള്ളവരാണ്. അല്ലാഹു അവർക്കെല്ലാം നീ സുഖം നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും നീ സുഖം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് കാലം നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മാനെ, അവിടുത്തെ ആധാറുകളെ പ്രിയം വെക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യും കൂട്ടിൽ ഞാൻ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങൾക്കൊരുപാട് കാലം നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ, ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഈ അകാരണമായി ഇപ്പോൾ കൊല്ലപ്പെട്ട മണ്ണാർക്കാട് ഹംസ ഹാജിയും നൂറുദ്ദീൻ സാഹിബും രണ്ടുപേർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അർഹമുർ-റഹീമേ, നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ മഞ്ചേരിയിൽ കൊല്ലപ്പെട്ട വ്യക്തിക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവർക്ക് നിന്റെ പ്രത്യേകമായ ഗുണം ചെയ്യണം റഹ്മാനെ. അവരെ ഖബറിനെ എല്ലാം സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. അർഹമുർ-റഹീമേ, ഈ രാജ്യത്ത് സമാധാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ ജനങ്ങൾക്കും നീ സൗകര്യം ചെയ്യണം റഹ്മാനെ. എല്ലാ സമയത്തും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.